الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ-മാഇദ 31-ാമത്തെ വചനം ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളുടെ കാര്യത്തിൽ അവതരിച്ച ആയത്താണ്. അത് നോക്കൂ നിങ്ങൾ. അനുജൻ ജ്യേഷ്ഠനോട് പറയുകയാണ്, അനുജന്റെ ബലിയാണ് സ്വീകരിക്കപ്പെട്ടത്, ജ്യേഷ്ഠന്റേത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ പേരിൽ അവൻ അനുജനോട് കടുത്ത അസൂയുണ്ടായി. അങ്ങനെ അനുജനെ കൊല്ലാൻ വേണ്ടിയുള്ള ആ തയ്യാറെടുപ്പ് നടത്തുകയാണ്. ആ അവസരത്തിൽ അനുജൻ പറയുകയാണ്, ലഇൻ ബസത്ത ഇലയ്യ, എന്നിലേക്ക് നീ നീട്ടുകയാണെങ്കിൽ, യദക്ക നിന്റെ കൈ, എന്റെ കൈ നീ എന്നിലേക്ക് നീട്ടുകയാണെങ്കിൽ, ലിതഖ്തുലനി, എന്നെ വധിക്കുന്നതിന് വേണ്ടി നിന്റെ കൈ നീ എന്റെ നേർക്ക് നീട്ടുകയാണെങ്കിൽ, മാ അന ബിബാസിത്തിൻ, ഞാൻ നീട്ടുകയില്ല, എന്റെ കൈ ഞാൻ നീട്ടുകയില്ല, ഇലൈക, നിന്നിലേക്ക് നീട്ടുകയില്ല, ലിയഖ്തുലക, നിന്നെ വധിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നീ എന്നെ വധിക്കാൻ പരിശ്രമം നടത്തുകയാണെങ്കിലും തിരിച്ച് നിന്നെ വധിക്കാനുള്ള പരിശ്രമം ഞാൻ നടത്തില്ല എന്ന് കൃത്യമായി ജ്യേഷ്ഠൻ അനുജൻ നല്ല ഉപദേശം കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമായിട്ടാണ് ആ തഖ്വയുടെ ഫലമാണത്. നോക്കൂ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സൂക്ഷ്മതയുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ ആ ചെയ്തി നോക്കൂ നിങ്ങൾ. അതിനുശേഷം ആ സഹോദരൻ പറയുകയാണ്, ഇന്നീ നിശ്ചയമായും ഞാൻ അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, റബ്ബൽ ആലമീൻ, ആ ലോകങ്ങളുടെ രക്ഷിതാവായ, അഖില ലോകങ്ങളുടെയും രക്ഷിതാവായ, ആ അഖില ലോകങ്ങളുടെയും രക്ഷിതാവായ റബ്ബുൽ ആലമീനെ ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഒരിക്കലും എന്നെ നീ കൊല്ലാൻ ശ്രമിച്ചാലും നിന്നെ കൊല്ലാൻ ഞാൻ ശ്രമിക്കില്ല എന്ന് കൃത്യമായി അവനോട് പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിലാണ് കൃത്യമായ സന്മാർഗം എന്ന് പറയുന്നത്. സന്മാർഗം ലഭിച്ച വ്യക്തികളുടെ ലക്ഷണങ്ങളാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇതാണ് യഹൂദ ക്രൈസ്തവർക്കും മക്കക്കാർക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു കൊടുക്കുന്നത്. ആദ്യകാലത്തെ ചരിത്രമാണ്. അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ അസൂയ ഒരിക്കലും ഭൂഷണമല്ല എന്നാണ് ഇതിൽ നിന്നും കൃത്യമായി ലഭിക്കുന്ന ഗുണപാഠം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.